മനസ്സിൽ കുഴിച്ചുമൂടിയ ചില രഹസ്യങ്ങളുണ്ട്. ഞാൻ പറയാതെ ഒരിക്കലും ആരും അറിയാൻ സാധ്യതയില്ലാത്ത രഹസ്യം. പക്ഷേ കുറച്ചു നാളായിട്ട് അതെന്നെ വീർപ്പൂട്ടിക്കുക. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇപ്പോഴെങ്കിലും അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇനിയൊരിക്കലും എനിക്കതിന് കഴിഞ്ഞെന്ന് വരില്ല. എന്ത് രഹസ്യം സാറേ? ആരോടാ ഇതൊക്കെ തുറന്നു പറയാൻ പോകുന്നത്? രഹസ്യം പരസ്യമാകാൻ ഇനിയധികം സമയമില്ല വക്കീലെ. ഞാൻ ഡോക്ടർ നിരഞ്ജനെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഓൺ ദ വേയാ. ഞാൻ ചെയ്ത ഒരു വലിയ തെറ്റിനെ സ്വന്തം ജീവിതം കൊണ്ട് ശരിയാക്കിയെടുത്ത ആളല്ലേ. അപ്പോൾ എന്റെ കുമ്പസാരം അദ്ദേഹത്തിന് മുമ്പിൽ മതിയെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുന്നതല്ലേ നല്ലത്. ഈ തുറന്നു പറച്ചിലുകൊണ്ട് മറ്റാർക്കും ഒരു ദോഷം ഉണ്ടാവില്ല വക്കീലെ. പാപം ചെയ്തവർ കല്ലേർ കൊള്ളണം എന്നുള്ളത് കാലത്തിന്റെ നീതിയാ. എന്നാലും സാറേ, എനിക്ക് എന്തോ ഒരു പേടി തോന്നുന്നു. ആപത്തിനെ ക്ഷണിച്ചു വരുത്തുന്നത് പോലെ ആവില്ലേ ഇത്? കുറുന്തോട്ടിക്ക് വാദം പിടിച്ചെന്ന് പറയുന്ന പോലെയാണല്ലോ വക്കീലെ ഇത്. എടാ വക്കീലെ, തനിക്കും പേടിയോ? ഇങ്ങനെയായാലേ തന്റെ കൃഷിയായ എന്റെ അവസ്ഥ എന്താവും? താൻ എനിക്ക് തൂക്കിയേറ് വാങ്ങിച്ചു തരുമോ? എന്റെ പൊന്നു സാറേ, അറം പറ്റുന്ന വർത്തമാനൊന്നും പറയാതെ. താനൊക്കെ എവിടുത്തെ വക്കീലാടോ? ഇയാൾ ശരിക്കും പഠിച്ച് വക്കീലായതാണോ അതോ കോപ്പിടിച്ച് പാസ്സായതോ? ആ ശരി, താൻ ഫോൺ വെച്ച് വക്കീലെ. ഡോക്ടർ എത്തി. എന്തു പറ്റി വിശാൽ? നമ്മുടെ അഡ്വക്കേറ്റ് ഇന്നത്തെ കേസും തോറ്റോ? തോൽവികൾ ഏറ്റുവാങ്ങാൻ വക്കീലിന്റെ ജീവിതം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ. അല്ല, വിശാൽ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഡോക്ടർ തേടി നടക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം എനിക്കറിയാം. അത് പറയാനെ കാണണമെന്ന് പറഞ്ഞു. എന്താ വിശാൽ ഉദ്ദേശിക്കുന്നത്? പറയാം ഡോക്ടർ. പകയും പ്രതികാരവും ഒക്കെ തുടങ്ങുന്നത് 18 വർഷങ്ങൾക്ക് മുമ്പാ. പപ്പയുടെ മരണത്തോടെ ആകെ തകർന്നുപോയ എന്റെ മനസ്സിൽ പ്രതികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എനിക്ക് പറ്റിയൊരു കയ്യബദ്ധം. ഇതുവരെ ശരിയെന്ന് ഞാൻ കരുതിയിരുന്ന ഒരു വലിയ തെറ്റ് അതിപ്പോ എന്റെ മനസ്സിൽ കിടന്ന് നേറിപ്പോകുകയാ. മറ്റാരോടും എനിക്കിത് പറയാനുള്ള ധൈര്യമില്ല. അതാ ഞാൻ ഡോക്ടറെ വിളിച്ചത്. വിശാൽ പറയേ. ഇത് പറയുന്നതോടെ വിശാലെന്ന് ഞാൻ ഒരു കൊലയാളിയായി മുദ്രകുത്തപ്പെടും. ശിഷ്ടകാലം ഇരുമ്പഴിക്കുള്ളിൽ കഴിയേണ്ടി വരും. അതേപ്പറ്റിയൊന്നും ഞാനിപ്പോ ചിന്തിക്കുന്നില്ല. ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റൂ. ഞാനാ കൊന്നത്. അക്ഷരയുടെ അമ്മയെ കൊന്നത് ഞാനാ. മോനായിരുന്നോ? അമ്മ ഒന്നില്ലേ കൂടെ? ഇല്ല, ഞാൻ തനിച്ചാ വന്നേ. എന്നാ മോൻ അങ്ങോട്ടിരിക്കെ, ഞാൻ കഴിക്കാൻ എടുക്കാം. ചപ്പാത്തി മുട്ടക്കറിയാ.
മോനെ, നീ എന്റെ പപ്പ മരിച്ച പോലെ നിങ്ങൾ മരിക്കും. എനിക്കിഷ്ടമല്ല ആരെ. എനിക്കറിയാം മോന്റെ സങ്കടം. ആന്റിക്ക് ദേഷ്യമൊന്നുമില്ല. ആരെങ്കിലും വരുന്നതിന് മുമ്പ് മോൻ പൊക്കോ. ഇവിടെ ഇപ്പം നടന്നത് നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാ മതി. എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. മായരഞ്ജനി അമ്മ പാവമായിരുന്നു. പക്ഷേ മരിച്ചു കിടക്കുന്ന എൻ്റെ പപ്പയുടെ മുഖം ഓർത്തപ്പോ, പപ്പയുടെ മരണത്തിൽ സന്തോഷിച്ച് ചിരിക്കുന്ന ജയശങ്കറിനെ ഓർത്തപ്പോ നിലതെറ്റിപ്പോയി. നിയന്ത്രണം കയ്യിൽ നിന്ന് പോയി. ഡോക്ടർ എന്തൊന്നും മിണ്ടാത്തെ? ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാ. ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ നല്ലതായി. അത് തിരുത്താൻ എനിക്ക് കഴിയില്ലല്ലോ. മരിച്ചുപോയ മായരഞ്ജനി അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ എനിക്കതല്ലേ ചെയ്യാൻ പറ്റൂ. ശിക്ഷിക്കപ്പെടേണ്ടത് തെറ്റ് ചെയ്തവരല്ലേ വിശാൽ? മനസ്സിലായില്ല. അക്ഷരയുടെ അമ്മയുടെ യഥാർത്ഥ കൊലയാളി വിശാലല്ല. വിശാൽ നടത്തിയ ഒരു ചെറിയ ആക്രമണത്തിലല്ല അക്ഷരയുടെ അമ്മ കൊല്ലപ്പെട്ടത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഴ്ചയിലുള്ള മരണമല്ല അക്ഷരയുടെ അമ്മയുടേതെന്ന്. പിന്നെ അതൊരു പ്ലാൻഡ് മർഡറാണ് വിശാൽ.